ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും വത്തിക്കാൻ സിറ്റി എന്ന് പറയും. എന്നാൽ ചെറിയ രാജ്യമെന്ന് അവകാശപ്പെടുന്ന സീലാൻഡ് നമ്മുടെ നാട്ടിലെ ഒരു നഗരത്തിൻ്റെ അത്ര പോലുമില്ലാത്തൊരു സ്ഥലമാണ്. അതിൻ്റെ വലിപ്പവും ജനസംഖ്യയും തന്നെയാണ് ഈ സ്ഥലത്തിനെ കുഞ്ഞൻ രാജ്യമെന്ന് വിളിക്കാനായിട്ട് പ്രധാനമായിട്ടുള്ള കാരണം. പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്നറിയപ്പെടുന്ന സീലാൻഡ് ലോകത്തിലെ 200 രാജ്യങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്, ഔദ്യോഗികമായിട്ട് അല്ലെങ്കിലും. 0.004 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഈ ചെറിയ രാജ്യം ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരപരിധിയിൽ. സ്വന്തമായിട്ട് കറൻസിയും അതുപോലെ തന്നെ പതാകയും, എന്തിന് രാജാവും രാജ്ഞിയും വരെയുണ്ട് ഈ ഒരു രാജ്യത്ത്. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതുമൊക്കെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒന്നുമല്ല, ഈ ഒരു രാജാവും രാജ്ഞിയും കൂടിയാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനായിട്ട് ഇംഗ്ലണ്ട് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇതിന് ദേശീയ അംഗീകാരം ലഭിച്ചതോടെ സ്വയംഭരണ പ്രദേശമായി മാറുകയായിരുന്നു. മാത്രമല്ല, സീലാൻഡിന് സ്വന്തമായി ഒരു ഫുട്ബോൾ ടീമും ദേശീയ ഗാനവും പാസ്പോർട്ടും സ്റ്റാമ്പുകളും ഒക്കെയുണ്ട്. വേണ്ടി വന്നാൽ ഒരു ആക്രമണം നടത്തുവാനും പ്രതിരോധിക്കുവാനും പോകുന്ന ഒരു സൈന്യവും ഈ കുഞ്ഞൻ രാജ്യത്തുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1943 ബ്രിട്ടീഷുകാർ മൈനിടാൻ വരുന്ന ജർമ്മൻ എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുന്നതിനായി കടലിന് നടുവിലായിട്ട് നിർമ്മിച്ച ഒരു കോട്ടയാണ് റഫ്സ് ടവർ. 2 തൂണുകളും അതിനു മുകളിലായി ഒരു പ്ലാറ്റ്ഫോമും. ആ സമയത്ത് 150 മുതൽ 300 പട്ടാളക്കാർ വരെ റഫ്സ് ടവറിൻ്റെ മുകളിലുണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. പിന്നീട് യുദ്ധം അവസാനിച്ചതോടെ ടവറിന് മുകളിലെ പട്ടാളക്കാരുടെ എണ്ണം ബ്രിട്ടൻ കുറച്ചു. 950കളോടെ ഇതുപോലെ കടലിൽ അങ്ങിങ്ങായിട്ട് നിർമ്മിച്ച ടവറുകളൊക്കെ പൊളിച്ചു മാറ്റണമെന്ന ഉത്തരവ് വന്നു. പക്ഷേ ബാക്കി എല്ലാ ടവറുകളും നശിപ്പിച്ചതിന് ശേഷവും ബ്രിട്ടനിലെ സഫോക്ക് തീരത്തു നിന്ന് 7 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം സ്ഥിതി ചെയ്തിരുന്ന റഫ്സ് ടവർ അതേപോലെ തന്നെ നിലനിന്നു. 1956 വരെ ബ്രിട്ടീഷ് പട്ടാളം റഫ്സ് ടവറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അവസാനത്തെ പട്ടാളക്കാരൻ ഇവിടെ നിന്നും ഇറങ്ങുന്നത് 56ലാണ്. ഉപേക്ഷിക്കപ്പെട്ട റഫ്സ് ടവറിലേക്ക് ആദ്യമായി പിന്നീടെത്തുന്നത് ജാക്ക് മൂർ, ജെയിൻ എന്നീ അച്ഛനും മകളുമാണ്. 1965 റേഡിയോ പ്രക്ഷേപണമായിരുന്നു അവരുടെ ലക്ഷ്യം. വണ്ടർഫുൾ റേഡിയോ ലണ്ടൻ എന്ന പൈറേറ്റ് റേഡിയോ പ്രക്ഷേപണത്തിന് വേണ്ടിയാണ് അവർ ആളൊഴിഞ്ഞ ആ ഒരു ടവർ തിരഞ്ഞെടുത്തത്. ഒരു വർഷത്തിന് ശേഷം 1966 ടവർ ബ്രിട്ടീഷ് ആർമിയിലെ മേജറായിരുന്ന പാഡി റോയ് ബേറ്റ്സ് കൈയടക്കി. റേഡിയോ SX എന്ന പൈറേറ്റ് റേഡിയോ പ്രക്ഷേപണമായിരുന്നു റോയ് ബേറ്റ്സിൻ്റെയും ഉദ്ദേശം. ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ അതോറിറ്റികളുടെ കണ്ണുവെട്ടിച്ച് ലണ്ടനിൽ ബാൻ ചെയ്തിട്ടുള്ള അമേരിക്കൻ റോക്ക് ആൻഡ് റോൾ മ്യൂസിക് പ്രക്ഷേപണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ റഫ്സ് ടവർ കൈയടക്കിയ ബേറ്റ്സ് പക്ഷേ ബ്രിട്ടൻ്റെ അധികാരപരിധിയിൽ പെടാത്ത ആ ടവറിനെ അധികം വൈകാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. പേരുമിട്ടു പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ്. 2 സിമൻറ്റ് പില്ലറുകൾ താങ്ങി നിർത്തുന്ന 4000 സ്ക്വയർ മീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോം, മുകളിൽ ഒരു ലാൻഡിംഗ് പാഡ്, 4 നിലകളിലായി പട്ടാളക്കാർക്ക് തമ്പടിക്കുന്നതിനായി ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സ്, ഒരു ആയുധപ്പുര. ഇത്രയുമായിരുന്നു സീലാൻഡ്. ടവർ ഏറ്റെടുത്ത് സ്ഥിരതാമസമാക്കിയതോടെ ബേറ്റ്സ് രാജ്യത്തിന് സ്വന്തമായി ഭരണഘടന മുതൽ ഫുട്ബോൾ ടീം വരെ ഉണ്ടാക്കി. സ്റ്റാമ്പ്, പാസ്പോർട്ട്, നാണയം, പതാക, ദേശീയഗാനം, ഇമാരെ ലിബർട്ടസ് അഥവാ കടലിൽ നിന്ന് സ്വാതന്ത്ര്യമെന്ന ദേശീയ മുദ്രാവാക്യം വരെ ഇന്ന് സീലാൻഡിന് സ്വന്തമായിട്ടുണ്ട്. പക്ഷേ സീലാൻഡ് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനോ നാണയം ഉപയോഗിച്ച് വിനിമയം ചെയ്യാനോ സാധിക്കില്ല. അതിന് കാരണം സീലാൻഡ് ഇപ്പോഴും ഒരു അൺറെക്കഗ്നൈസ്ഡ് മൈക്രോനേഷൻ ആയതുകൊണ്ടാണ്. സ്റ്റാമ്പും നാണയവുമൊക്കെ ശേഖരിച്ച് കയ്യിൽ വെക്കാമെന്നല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല. സീലാൻഡ് ആദ്യത്തെ പ്രതിസന്ധി നേരിട്ടത് ബ്രിട്ടനിൽ നിന്ന് തന്നെയായിരുന്നു. റഫ്സ് ടവർ പൊളിക്കുവാനുള്ള ബ്രിട്ടൻ്റെ ശ്രമത്തിന് പിന്നാലെ സീലാൻഡ് പ്രിൻസ് റോയ് ബേറ്റ്സും കൗമാരപ്രായക്കാരനായ മകൻ പ്രിൻസ് മൈക്കിളും കടലിൽ വെടിയുതിർത്ത കേസിലെ പ്രതികളാണെന്ന് തെളിഞ്ഞു. ടവറിന് അടുത്തുള്ള റോയൽ നേവി ബോട്ടിന് നേരെ മൈക്കിൾ ടവറിന് മുകളിൽ നിന്നും നിറയൊഴിച്ചു എന്നതായിരുന്നു കേസ്. പക്ഷേ കോടതി വിധി ബേറ്റ്സിന് അനുകൂലമായിരുന്നു. ആ കേസ് ബ്രിട്ടീഷ് കോടതിയുടെ പരിധിയിൽ പെടില്ല, അതുകൊണ്ട് തന്നെ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി വിധിച്ചു. സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ ആയുധം ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചാണ് മകനെ വളർത്തിയതെന്നും ഇത് വെറും വാണിംഗ് മാത്രമാണെന്നും സീലാൻഡിലെ നിയമത്തിൻ്റെ പരമാധികാരി താനാണെന്നും ബേറ്റ്സ് അന്ന് പറഞ്ഞു.
ഐലൻഡ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ടൂറിസമാണെന്ന തിരിച്ചറിവിൽ നിന്നും ബേറ്റ്സ് സീലാൻഡ് ടൂറിസത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് 1978 ജർമ്മൻ വ്യവസായി അലക്സാണ്ടർ എയ്ച്ചൻബക്കും ചില ഡച്ച് സഹപ്രവർത്തകരും ചേർന്ന് സീലാൻഡിനെ ഒരു കാസിനോ ആക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത്. പിന്നീട് ബേറ്റ്സ് എയ്ച്ചൻബക്കിന് പൗരത്വത്തോടൊപ്പം ആജീവനാന്ത പ്രധാനമന്ത്രി പദവും നൽകി. ആളില്ലാത്ത സമയത്ത് സീലൻഡിൽ അട്ടിമറി ശ്രമം നടത്തിയാണ് എയ്ച്ചൻബക്ക് ബേറ്റ്സിന്റെ സ്നേഹം സ്വീകരിച്ചത്. ബേറ്റ്സിന്റെ മകനായ മൈക്കിളിനെ ബന്ദിയാക്കി എയ്ച്ചൻബക്ക് ബാർഗെയിൻ ചെയ്തു. അധികം വൈകാതെ മൈക്കിൾ മോചിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ബേറ്റ്സ് എയ്ച്ചൻബക്കിന്റെ വക്കീലിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കി. കേസിൽ ഇടപെടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായില്ല. ജർമ്മനി ഒരു അംബാസിഡറിനെ സന്ധി സംഭാഷണത്തിനായി അയച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മൗനവും ജർമ്മൻ ഗവൺമെന്റിന്റെ നീക്കവും തൻ്റെ രാജ്യത്തിനുള്ള അംഗീകാരമായാണ് ബേറ്റ്സ് അന്ന് കണ്ടത്. 2 മാസം കൊണ്ട് തടവ് പുള്ളിയെ മടുത്ത ബേറ്റ്സ് അയാളെ പിന്നീട് മോചിപ്പിച്ചു. സീലൻഡിൽ ബേറ്റ്സ് കുറെ കൂടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന സമയമായിരുന്നു അത്. കോട്ടയിൽ ഗ്ലോസി ജനലുകൾ സ്ഥാനം പിടിച്ചു. കൽക്കരി ജനറേറ്ററിനു പകരം ഇലക്ട്രിക് ജനറേറ്റർ സ്ഥാപിച്ചു. വിരമിച്ച ബ്രിട്ടീഷ് സൈനികരെ തന്നെ രാജ്യത്തിന് കാവൽക്കാരായി നിയമിക്കുകയും ചെയ്തു. 1987 ബ്രിട്ടൻ അമേരിക്കയുമായി ഉടമ്പടിയുണ്ടാക്കി. ബ്രിട്ടീഷ് ജല അതിർത്തി 3 നിന്നും 12 നോട്ടിക്കൽ മൈലായി വർദ്ധിപ്പിച്ചു. തങ്ങളുടെയും അതിർത്തി വർദ്ധിപ്പിക്കണമെന്ന സീലൻഡിൻ്റെ വാദം ബ്രിട്ടൻ വിലവെച്ചില്ല, എതിർത്തതുമില്ല. ആരാലും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ ഒരാവശ്യമായി അത് മാറി. പിന്നീട് ലോകത്ത് നടന്ന ചില കുറ്റകൃത്യങ്ങളുമായി തൻ്റേതല്ലാത്ത കാരണത്താൽ ബേറ്റ്സിനും സീലൻഡിനും ബന്ധമുണ്ടായിട്ടുണ്ട്. 1997 ഫാഷൻ ഡിസൈനറായിരുന്ന ജിയാനി വെർസാച്ചെ മിയാമിയിലെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. പിന്നാലെ കൊലയാളിയായ ആൻഡ്രൂ ക്യൂനൻ ഒരു ഹൗസ് ബോട്ടിൽ ആത്മഹത്യ ചെയ്തു. ബോട്ടിൻ്റെ ഉടമ ഒരു ജർമ്മൻ വ്യവസായിയായിരുന്നു. സീലൻഡ് പാസ്പോർട്ടും നയതന്ത്ര ലൈസൻസ് പ്ലേറ്റുകളും അയാൾ കൈവശം വെച്ചിരുന്നു. ആ ഒരു സംഭവത്തോടെ വളരെ പെട്ടെന്ന് തന്നെ പലരുടെയും കയ്യിൽ സീലൻഡ് പാസ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആ സമയത്ത് വിദേശരേഖയ്ക്ക് ആവശ്യക്കാരൊരുപാട് പേരുണ്ടായിരുന്ന ഹോങ്കോങ്ങിൽ മാത്രം 4000 പാസ്പോർട്ടുകൾ വിറ്റുപോയതായി കണ്ടെത്തി. സീലാൻഡിന് ലോകത്തിൻ്റെ പലയിടത്തും എംബസികളുണ്ടെന്നും രാജ്യത്തെ ജനസംഖ്യ 1,60,000 ആണെന്നും ഒരു വെബ്സൈറ്റ് പറഞ്ഞു പരത്തി. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് സീലാൻഡിന് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലാതിരുന്നതും 1977 നടന്ന ഒരു തട്ടിപ്പ് കാരണം പാസ്പോർട്ട് വിതരണം നിർത്തിയതുമായിരുന്നു. ഇത്തരത്തിൽ സീലൻഡിൻ്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നതിന് പിന്നിലെ കാരണം സീലൻഡിലെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. പെട്രോൾ നേർപ്പിച്ച് വിറ്റതിൻ്റെ പേരിൽ സ്പെയിനിൽ അറസ്റ്റിലായ നിശാ ക്ലബ് ഉടമ അവകാശപ്പെട്ടത് ഞാൻ സീലൻഡ് കോൺസുലാണ് എന്നായിരുന്നു. പിന്നീട് വീണ്ടും കുറ്റകൃത്യങ്ങളുണ്ടായി. സീലൻഡ് പാസ്പോർട്ടുകളും ലൈസൻസ് പ്ലേറ്റുകളും നിർമ്മിച്ച 3 ഓഫീസുകൾ സ്പാനിഷ് പോലീസ് റെയ്ഡ് ചെയ്തു. ഹാഷിഷ് കള്ളക്കടത്തുകാരും റഷ്യൻ ആയുധ ഇടപാടുകാരും ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സീലാൻഡ് വെബ്സൈറ്റ് സ്ഥാപിച്ച ഒരു കൂട്ടം ജർമ്മൻ ബിസിനസ്സുകാരാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉറവിടമെന്ന് പിന്നീട് 1998 തെളിയിക്കപ്പെട്ടു. സീലാൻഡ് പാസ്പോർട്ടുകളും ലൈസൻസുകളും നയതന്ത്ര രേഖകളും വെബ്സൈറ്റ് വഴി വ്യാപകമായി വിറ്റതായും തെളിഞ്ഞു. 1978 പരാജയപ്പെട്ട അട്ടിമറിയുടെ ഭാഗമാണ് ഇത് എന്നാണ് സ്പാനിഷ് അന്വേഷകർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് 2000 ബേറ്റ്സ് സിലിക്കൺ വാലിയിലെ സംരംഭകനായ ഷോൺ ഹാസ്റ്റിങ്സുമായി പങ്കാളിത്തത്തിലേർപ്പെടുകയും ലോകത്തിലെ ആദ്യ ഓഫ് ഷോർ ഇലക്ട്രോണിക് ഡാറ്റാ സങ്കേതമായ ഹാസ്റ്റിങ്സിൻ്റെ ഹാവൻകോയുടെ ആസ്ഥാനമായി സീലൻഡിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നികുതി ഭാരം കുറയ്ക്കുന്നതിനും മറ്റും ഈ ഒരു മാറ്റം അവർക്ക് സഹായകമായി. 2006 ആയതോടെ ഹവൻകോ ലണ്ടനിലേക്ക് മാറ്റി. അധികം വൈകാതെ ബേറ്റ്സും ഭാര്യയും സീലൻഡിൽ നിന്നും താമസം മാറി. ലോകത്തിലെ മറ്റു പല മൈക്രോ നേഷനുകളിൽ നിന്നും അവയുടെയൊക്കെ നിലനിൽപ്പില്ലായ്മയിൽ നിന്നും സീലൻഡിനെ വ്യത്യസ്തമാക്കുന്നത് ബേറ്റ്സ് ഫാമിലിയുടെ സ്ട്രോങ് വിൽ തന്നെയാണ്. സീലൻഡ് സ്വതന്ത്രമായി നിലനിർത്തുന്നതിന് വേണ്ടി റോയ് ബേറ്റ്സും ഫാമിലിയും നടത്തിയ പോരാട്ടങ്ങളാണ്. പിന്നീട് റോയ് ബേറ്റ്സ് 2012 മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മൈക്കിൾ രാജകുമാരനാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. രാജ്യം അവിടെ ഉണ്ടെന്നല്ലാതെ രാജാവ് ഇപ്പോൾ അവിടെയില്ല. അദ്ദേഹം എസ്സെക്സിലാണ് താമസം. 2019 രാജ്യത്തിൻ്റെ 50ാം പിറന്നാൾ അദ്ദേഹം ആഘോഷിച്ചു. കടലിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കോട്ട പോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ കഥ തുടരുകയാണ്.